വീട്ടിലെത്തി അമ്മ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞണ്ട് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ അമ്മതേ സർബത്ത് കളിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സർബത്തെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റില്ല. നമ്മുടെ സ്പെഷ്യൽ സർബത്താണ് കേട്ടോ. അപ്പം അമ്മ ഇനിയും വേണോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അമ്മ അയ്യോ മതി അത്രയും ദാഹമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചു അമ്മേ എനിക്ക് 2 ഞണ്ട് എടുത്ത് താ അമ്മയെന്നും പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അത് കയ്യിലും കുത്തിക്കയറി. അപ്പം അമ്മ പറയണ്ടായി ഇതേ അമ്മയുടെ സ്പെഷ്യൽ കണ്ണിമാങ്ങ അച്ചാർ, ഇതൊന്ന് കഴിച്ചു നോക്കി എന്നും പറഞ്ഞിട്ട് തന്നേക്കാണ്. അമ്മ ഇങ്ങനെ മുറിച്ചാണ് കേട്ടോ അച്ചാർ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് സുഖമായിട്ട് എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ നമ്മുടെ കുമ്പളങ്ങ കറി, പിന്നെ ദേ ഞാനിങ്ങനെ ഞണ്ട് ഫ്രൈയും കൂടി എടുത്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരുപാട് വർത്താനം പറയുന്നുണ്ട്. അപ്പം അമ്മ പറയണ്ടായി ഞാൻ നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്, ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് വേണം ഇതും കൂടെ കഴിച്ചു നോക്കടി എന്ന് പറഞ്ഞാൽ അതും എന്നാൽ സൈഡിലിട്ടു കേട്ടോ. അപ്പം ഇതെല്ലാം കുട്ടി ഒരു പിടിപിടിക്കാന്ന് വിചാരിച്ചു. സേതുവേട്ടൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സേതുവേട്ടന് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഫുഡ് എന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പം ഞാൻ ദേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലച്ചുവിനെ ഇവിടെ ആക്കാൻ വന്നതാട്ടോ. എന്നെ അമ്മമ്മയുടെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് 2 പേർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് മാമ്പങ്കലത്ത് പോകുമ്പോൾ ബച്ചായിസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഇതിലേക്കാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് കയറി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ഡ്രിങ്കും കൂടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ലിച്ചിയുടെ ഫ്ലേവറാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. പൊതുവേ എനിക്ക് ലിച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിച്ചിയുടെ ഡ്രിങ്കും ഫ്ലേവറും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്ന് വയറ് നിറഞ്ഞിട്ടുണ്ടായി. ഞാൻ ചിക്കൻ ഫ്രൈ മാത്രം ചെയ്തിട്ട് ഒരു പൊറോട്ട കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. ചിക്കനൊക്കെ ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ, ഭയങ്കര സോഫ്റ്റും കൂടിയായിരുന്നു. അതുപോലെ പൊറോട്ടയുടെ ഒപ്പം കിട്ടിയ ഗ്രേവി ഒന്നും പറയാനില്ല, അതും അടിപൊളിയായിരുന്നു.